സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ടോപ്പിക്കുകളാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കും, രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സീറോ ഡിവൈസേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്താണ് ഡെഫിനേഷൻ, രണ്ട് മൂന്ന് പ്രോബ്ലംസ്, പിന്നെ ഒരു തിയറം ഉണ്ട്. സീറോ ഡിവൈസേഴ്സ് അല്ലെങ്കിൽ ഡിവൈസേഴ്സ് ഓഫ് സീറോ എന്ന് പറയുന്ന ടോപ്പിക്കിൽ അതിന്റെ ഡെഫിനിഷനും കൂടാതെ എൻ്റെ രണ്ട് എക്സാമ്പിളും ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലത്തെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് റിംഗിന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. റിംഗിൽ രണ്ട് ഓപ്പറേഷൻസ് ഉണ്ടാകും, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, കണ്ടീഷൻസ് എല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. Now coming to the definition of characteristic of a ring. Definition എങ്ങനെയാണ് പോകുന്നത്? Characteristic of a ring R is the smallest positive integer n such that n into a equal to 0 for all a element of R. If no such integer exists, then R is said to be a ring of characteristic 0. അപ്പോൾ the smallest positive integer n, positive integer ആണ്, smallest positive integer n with the property n into a equal to 0. n into a എന്ന് പറയുന്നത് a star a star a star a n times ആണ്, മൾട്ടിപ്ലിക്കേഷൻ അല്ല. അഡീഷൻ എന്ന് പറയുന്ന ബൈനറി അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദ ബൈനറി ഓപ്പറേഷൻ, മീൻസ് അഡീഷനിലുള്ള ആ ബൈനറി ഓപ്പറേഷന്റെ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ n into a equal to 0 എന്ന് ഉദ്ദേശിക്കുന്നത് a star a star a star etc a n times equal to 0 for all a element of R. അപ്പോൾ n a equal to 0 for all a element of R ആണെങ്കിൽ അങ്ങനത്തെ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജറിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ റിംഗ് എന്ന് പറയുന്നു. ചില റിംഗുകൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു n നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഏത് n എടുത്തു കഴിഞ്ഞാലും n into a will not be equal to 0. അങ്ങനെയുള്ള റിംഗുകളുടെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ 0 എന്ന് പറയുന്നു. രണ്ട് ചെറിയ എക്സാമ്പിൾ എടുത്ത് നമുക്ക് നോക്കാം. Z5 എന്ന് പറയുന്ന റിംഗ്, Z5 എന്ന് പറയുന്ന റിംഗ് നിങ്ങൾക്ക് അറിയാം, അഡീഷൻ മോഡുലോ ഫൈലും മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ ഫൈൽ, അതാണ് രണ്ട് ഓപ്പറേഷൻസ്. Z5 അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് 5 ആണ്. ക്യാരക്ടറിസ്റ്റിക് 5 ആണ്. ആ റിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക് 5 ആണോ എന്നാണ് നമ്മൾ 5 ആണ്, നമ്മളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. 5 into 0 equal to 0, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. 5 into 1, 5 into 1 ഞാൻ പറഞ്ഞല്ലോ, ഈ into 1 എന്ന് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ, ഇതിലത്തെ മൾട്ടിപ്ലിക്കേഷൻ മോഡലോ അല്ല. 5 into 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1നെ 5 times ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലസ് അഡീഷൻ മോഡലോ 5 ആണ്. 1 plus 1 plus 1 plus 1 plus 5, 1നെ 5 times ആഡ് ചെയ്ത് 4 times ആഡ് ചെയ്യുമ്പോൾ 4 ആകും. Here it is 4. 1 plus 1 plus 1 plus 1 is 4. പിന്നെ ഒരു പ്രാവശ്യം കൂടെ അഡീഷൻ മോഡലോ 5 ചെയ്യുമ്പോൾ this becomes 0. അപ്പോൾ 4 അഡീഷൻ മോഡലോ 5 1 എന്ന് പറയുമ്പോൾ 5 ആണ്, that is the remainder. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ, that is 0. 1 plus 1 plus 1 plus 1 plus 1 equal to 0. അതായത് 5 into 1 equal to 0. ഇനി 5 into 2 നോക്കാം നമുക്ക്. 5 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 plus 2 plus 2 plus 2 plus 2, 5 പ്രാവശ്യം 2 ആഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഇവിടെ ആദ്യത്തെ രണ്ട് 2 ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. അതിനോട് കൂടെ ഒരു 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 plus 2 6, that is 1. അപ്പോൾ 1 plus 2 3, 3 plus 2 5, that is again 0. അപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് 2 plus 2 plus 2 plus 2 plus 2, 5 പ്രാവശ്യം 2 ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും. ഇതേപോലെ 5 പ്രാവശ്യം 3 ആഡ് ചെയ്യുമ്പോൾ, അതായത് 5 into 3 equal to 0, 5 into 4 equal to 0. അതായത് ഇതിലത്തെ ഓരോ എലിമെന്റിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 ആണ് കിട്ടുന്നത്. അപ്പോൾ n into a equal to 0 for all a, here n equal to 5. അപ്പോൾ characteristic of Z5 is 5. In general, characteristic of Zn, Zn എന്ന് പറയുന്നത് Zn plus n multiplication modulo n, അത് റിംഗ് ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. characteristic of Zn is n. ഇനി ഞാൻ രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില റിംഗുകളിൽ ക്യാരക്ടറിസ്റ്റിക് ഏത് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 ഒരിക്കലും കിട്ടില്ല. അങ്ങനത്തെ റിംഗുകളാണ് set of all complex numbers, set of all complex numbers C, set of all real numbers R, and set of all integers Z. ഇത് ഈ റിംഗുകളുടെയൊക്കെ ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ there exists no integer n that satisfies this particular property if no such integer exists. അതായത് in these rings we cannot find an n such that n into a equal to 0 for all a. അതുകൊണ്ട്
വേറെയും റിങ്ങുകൾ ഉണ്ട് അങ്ങനത്തെ. അപ്പൊ ഞാൻ എക്സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് ഈ 3 റിങ്ങുകൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻ ജനറൽ Zn ഹാസ് ക്യാരക്ടറിസ്റ്റിക് n. ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണ്, ഇറ്റ് ഹാസ് ക്യാരക്ടറിസ്റ്റിക് n. ബട്ട് the ring of complex numbers, ring of real numbers, ring of integers, ഇതിന്റെ എല്ലാം ക്യാരക്ടറിസ്റ്റിക് എന്താണ്? 0 ആണ്. Okay, so that is the basic definition of characteristic of a ring. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയൊരു തിയറമാണ്. അതായത് if R is a ring and n is the smallest positive integer n such that n into 1 equal to 0, then characteristic of the ring R is n. If n to 1 not equal to 0 for all n element of Z plus, then characteristic of R is 0. അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി വെച്ചിട്ടുള്ള ഒരു 1 എന്ന് പറയുന്ന റിംഗിലത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയാണ്. അപ്പോൾ if R is a ring and n is the smallest positive integer such that n into 1 equal to 0, then n will be the characteristic of R. അവിടെ n into a ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, ആ കൂടി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയുടെ ഇത് മാത്രം നോക്കിയാൽ മതി. n into 1 equal to 0 അങ്ങനെ വരുന്ന സ്മോളസ്റ്റ് പോസിറ്റീവ് ഇന്റീജർ ആ റിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. അങ്ങനത്തെ ഒരു n എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് if n into 1 not equal to 0 for all n element of Z plus, then the ring will have characteristic 0. So this is a small theorem. അപ്പോൾ n into a equal to 0 നോക്കുന്നതിന് പകരം n into 1 equal to 0 അങ്ങനെ വരുന്ന സ്മോളസ്റ്റ് n എന്താണോ അത് മാത്രം നോക്കിയാൽ മതി. ആ n ആയിരിക്കും ആ റിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്. അങ്ങനത്തെ റിംഗ് n എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് 0 ആയിരിക്കും. ശരി, സോ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു തിയറം ആണെന്ന് മാത്രം. അപ്പോൾ നമ്മൾ നോക്കാം. നമുക്ക് സപ്പോസ് n into 1 equal to 0 for some n element of Z plus എന്ന് വിചാരിക്കാം. n into 1 equal to 0 ഏതോ ഒരു പോസിറ്റീവ് ഇന്റീജറിന് n into 1 equal to 0 ആണ്. റിംഗിന്റെ റിംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ n into 1 equal to 0 for some n element of Z plus. Now I am choosing an element A in the ring R. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? Characteristic of the ring is n എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. If R is a ring and n be the smallest positive integer such that n into 1 equal to 0, then characteristic of the ring R is n. അപ്പോൾ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തു n into 1 equal to 0 for some positive integer n, and we have to prove that n is the characteristic of the ring R. For that I am choosing a member, an element A in the ring R. Choose a element of R. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് n ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ റിംഗ് ആണെന്നാണ്. അതായത് n into a equal to 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. n into a equal to n into a എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ചെയ്തിരുന്നു 5 into 1 എന്ന് പറഞ്ഞാൽ 1 plus 1 plus 1 plus 1 5 times. അപ്പോൾ n into a, അതുപോലെ 5 into 2 എന്ന് പറയുമ്പോൾ 2 plus 2 plus 2 plus 5 times. n into a എന്ന് പറയുമ്പോൾ a plus a plus a plus etc. a, how many times it will be? n times. Now നിങ്ങൾക്ക് റിംഗിന്റെ പ്രോപ്പർട്ടി അറിയാം. മൾട്ടിപ്ലിക്കേഷൻ ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് a പുറത്തേക്ക് എടുക്കുകയാണ്. that becomes a into 1 plus 1 plus 1 plus 1 plus 1. that is a into n into 1. അപ്പോൾ n into a equal to a plus a plus a plus extra a n times. That is, I am taking a outside, or I am using the distributive property of multiplication in the ring. So that is a into 1 plus 1 plus etc. 1. This is also n times. This is n times. N times, which is equal to a into n into 1. But n into 1 എന്ന് പറഞ്ഞാൽ എന്താണ്? n into 1 equal to 0. n into 1 equal to 0. അപ്പോൾ this becomes a into 0. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രോപ്പർട്ടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു a into 0 is always 0. അപ്പോൾ we have got n into a equal to 0. For this particular positive integer n, this particular n into a equal to 0. ഇങ്ങനെയുള്ള വേറെയും എണ്ണുകൾ ഉണ്ടെങ്കിൽ we choose the smallest such n, and that smallest such n will be by definition the characteristic of the ring. അപ്പോൾ ഇതാണ് ആദ്യത്തെ പാർട്ട്. We assume that n into 1 equal to 0, എന്നിട്ട് we have proved that n into a equal to 0. ഇങ്ങനെ വരുന്ന എണ്ണുകളിൽ ഏറ്റവും സ്മോളസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് smallest such n element of Z plus will be the characteristic of R by definition. അപ്പോൾ അതിന്റെ പ്രൂഫ് എങ്ങനെയാണ്? n into a equal to a നെ n times ആഡ് ചെയ്തു, അതിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടീവ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ കിട്ടുന്നു, and we finally get 0 and the smallest n automatically characteristic ആയി. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് എന്താണ്? If n into 1 not equal to 0 for all n element of Z plus, then characteristic of R is 0 എന്നാണ് പറയുന്നത്. n into 1 not equal to 0 അങ്ങനെയാണെങ്കിൽ characteristic is 0. അപ്പോൾ നമുക്ക് suppose n into 1 not equal to 0 for all n element of Z plus. For a not equal to 0 element of R, അപ്പോൾ n into 1
നോട്ട് ഈക്വൽ ടു 0 ആണ്. ഏതൊരു പോസിറ്റീവ് ഇന്റിജർ എടുത്തു കഴിഞ്ഞാലും n into 1 എന്ന് പറയുന്നത് 0 അല്ല. Now for a not equal to 0 element of R, റിംഗിലെ ഒരു നോൺ സീറോ എലമെന്റ് എടുക്കുകയാണ് a എന്ന് പറയുന്നത്. Now n into a equal to again a into n into 1, ഇവിടുത്തെ പോലെ തന്നെ a into n into 1, a into n into 1. But n into 1 not equal to 0. n into 1 not equal to 0 മാത്രമല്ല a is also not equal to 0. അപ്പോൾ a into n into 1 എന്ന് പറയുന്നത് both are not equal to 0. അപ്പോൾ n into a not equal to 0. n into a not equal to 0. അതായത് there exists no n such that n into a equal to 0. Hence അപ്പോൾ അങ്ങനത്തെ n ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ characteristic of the ring is 0. അപ്പോൾ ഈ രണ്ട് ചെറിയ കാര്യങ്ങളാണ് ഈ തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് വെരി ബേസിക് തിയറം. സോ വി stop the definition, or we stop here for regarding the characteristic of a ring. Now I am going to the second definition, that is zero divisors അല്ലെങ്കിൽ divisors of zero of a ring. ഒരു റിംഗിലെ സീറോ ഡിവൈസർ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്, അടുത്ത ഡെഫിനിഷൻ. ലെറ്റ് R be a ring and a comma b be two non-zero elements of R. R എന്ന് പറയുന്ന ഒരു റിംഗ് എടുത്തു, അതിലത്തെ രണ്ട് നോൺ സീറോ എലമെന്റുകൾ a b എന്ന് പറയുന്ന രണ്ട് നോൺ സീറോ എലമെന്റുകൾ എടുത്തു. R എന്ന് പറയുന്ന R plus dot ആണ് നമ്മുടെ റിംഗ്. അപ്പോൾ എയും ബിയും അതിലത്തെ രണ്ട് നോൺ സീറോ എലമെന്റുകളാണ്. ആൻഡ് they are two non-zero elements such that a into b equal to 0. എയും ബിയും നോൺ സീറോ എലമെന്റുകളാണ്. പക്ഷേ a into b, ഈ ഇൻറ്റു എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ a dot b equal to 0. രണ്ട് നോൺ സീറോ എലമെന്റുകളുടെ പ്രൊഡക്റ്റ് 0 ആവുകയാണെങ്കിൽ those a and b are called the zero divisors or divisors of 0 of R. അപ്പോൾ ഒരു റിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ രണ്ട് നോൺ സീറോ എലമെന്റുകളുടെ പ്രോഡക്റ്റ് 0 വരികയാണെങ്കിൽ ആ നോൺ സീറോ എലമെന്റുകളെ നമ്മൾ സീറോ ഡിവൈസേഴ്സ് അല്ലെങ്കിൽ ഡിവൈസേഴ്സ് ഓഫ് 0 എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. So that is the definition of zero divisors. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ you take one example, Z6. Z6 is a ring under addition modulo 6 and multiplication modulo 6. So Z6 പറഞ്ഞാൽ 0 1 2 3 4 5. ഇതാണ് നമ്മുടെ Z6. നോക്കൂ 2 into 3. 2 into multiplication modulo 3, that is 0. 3 into 4 0. 2 ഉം 3 ഉം 4 ഉം ഒന്നും 0 എലമെന്റുകളല്ല. പക്ഷെ അതിന്റെ പ്രൊഡക്റ്റ് എടുത്തപ്പോൾ എന്തായി? The product becomes 0. അതായത് 2 and 3 are zero divisors. 3 and 4 are zero divisors in Z6. ഇനി Z7 എടുത്ത് നോക്കിക്കോളൂ. Z7 എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ശ്രമിച്ചു നോക്കിയാലും ഇങ്ങനത്തെ രണ്ട് എലമെന്റുകൾ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. You cannot find two non-zero elements of Z7 whose product is 0. ചെയ്ത് നോക്കാവുന്നതാണ്, വീട്ടിൽ നിന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. Z7 എങ്ങനെ എടുത്തു നോക്കിയാലും രണ്ട് നോൺ സീറോ എലമെന്റുകളുടെ പ്രോഡക്റ്റ് എപ്പോഴും നോൺ സീറോ ആയിട്ടേ വരികയുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, Z6 അങ്ങനെയല്ല. Z6 there exist non-zero elements whose product is 0. അപ്പോൾ ആ എലമെന്റുകൾ സീറോ ഡിവൈസേഴ്സ് ആയിരിക്കും. Now Z8 നോക്കിക്കോളൂ. Z8 2 ഉം 4 ഉം 2 into 4 0 ആണ്. 4 into 6 24 ആണ് വരിക, ബട്ട് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. Z8 ആണ്. 4 into 6 24, മൾട്ടിപ്പിൾ ഓഫ് 8 വന്നു കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ 4 and 6, 4 into 6 is 0. They are zero divisors. അപ്പോൾ Z8 2 ഉം 4 ഉം 0 divisors ആണ്. 4 ഉം 6 ഉം 0 divisors ആണ്. 2 and 4 and 6 are 0 divisors. അപ്പോൾ Z7 0 divisors ഇല്ല, പക്ഷേ Z8 0 divisors ഉണ്ട്, Z6 0 divisors ഉണ്ട്. So how can you find, or what is the reason behind this? നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും എന്താണ് റീസൺ ഉള്ളത്, എപ്പോഴാണ് സീറോ ഡിവൈസേഴ്സ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് സീറോ ഡിവൈസേഴ്സ് ഉള്ളത് എന്നുള്ളതൊക്കെ ഒന്നുകൂടെ പഠിക്കും നമ്മൾ. അപ്പോൾ now for the time being, if two non-zero members of any ring has the product 0, then those elements are called zero divisors. അതാണ് സീറോ ഡിവൈസേഴ്സിന്റെ ഡെഫിനിഷൻ. ഓർക്കുക Z6ന്റെ എക്സാമ്പിൾ ഓർക്കുക. Now I am going to discuss the next theorem. Next theorem എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cancellation law holds in a ring if and only if the ring R has no zero divisors. Cancellation law holds in a ring R if and only if R has no
സീറോ ഡിവൈസേഴ്സ്. അതായത് ഒരു റിംഗില് ക്യാൻസലേഷൻ ലോ ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ അതിന് സീറോ ഡിവൈസേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിംഗിൽ സീറോ ഡിവൈസേഴ്സ് ഇല്ല എങ്കിൽ ക്യാൻസലേഷൻ ലോ ട്രൂ ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു റിംഗിൽ ക്യാൻസലേഷൻ ലോ ഇല്ല, ക്യാൻസലേഷൻ ലോ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ സീറോ ഡിവൈസേഴ്സ് ഉണ്ടാവില്ല. സോ കുറച്ച് അബ്സ്ട്രാക്ട് എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് ഉള്ളിലേക്ക് കയറി ചിന്തിക്കേണ്ട ഒരു തിയറമാണ്. വളരെ എളുപ്പമുള്ള തിയറമാണെങ്കിൽ ഒന്ന് ഈ സീറോ ഡിവൈസേഴ്സിന്റെ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലായാൽ മാത്രമേ ഈ തിയറം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ബട്ട് ഐ ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് ഇറ്റ്സ് ഇൻ ദ സിലബസ്. നിങ്ങൾ ഈ ഒരു 2-3 എക്സാമ്പിൾ കൊണ്ട് സീറോ ഡിവൈസേഴ്സ് മുഴുവൻ മനസ്സിലാക്കാൻ സാധിച്ചോളുന്നില്ല. ഇതേപോലത്തെ വീണ്ടും എക്സാമ്പിളുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ തിയറത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിയറം പറഞ്ഞത്രേ ഉള്ളൂ, ഒരു റിംഗില് സീറോ ഡിവൈസേഴ്സ് ഉണ്ടാവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ ആണ് സീറോ ഡിവൈസ്. ഇഫ് ഇറ്റ് ഹാസ് നോ സീറോ ഡിവൈസേഴ്സ് then cancellation law will hold. If cancellation law holds, then there will be no zero divisors. Cancellation law holds in a ring R if and only if R has no zero divisors. Two-way implication ആണ്. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടായിട്ട് തന്നെ പ്രൂവ് ചെയ്യണം. ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് സപ്പോസ് ചെയ്യുന്നത് R has no zero divisors. R ൽ zero divisors ഇല്ല എന്ന് അസ്യൂം ചെയ്യാണ്. So what we have to prove? We have to prove that cancellation law holds in R. Cancellation law എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എ ബി ഈക്വൽ ടു എ സി ഇംപ്ലൈസ് ബി ഈക്വൽ ടു സി എന്നുള്ള ഈ റിസൾട്ടിനെയാണ് നമ്മൾ ക്യാൻസലേഷൻ ലോ എന്ന് പറയുന്നതിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഈ റിംഗിന്റെ ആർ എന്ന് പറയുന്ന റിംഗിന്റെ കേസിൽ ഐ ആം അസ്യൂമിംഗ് ദാറ്റ് റിംഗ് ആർ ഹാസ് നോ സീറോ ഡിവൈസേഴ്സ്. സോ വി ഹാവ് ടു പ്രൂവ് എ ബി ഈക്വൽ ടു എ സി ഇംപ്ലൈസ് ബി ഈക്വൽ ടു സി. ക്യാൻസലേഷൻ ലോ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ R has no zero divisors. അതായത് zero divisors പറഞ്ഞു കഴിഞ്ഞാൽ two non-zero elements whose product is zero. അപ്പോൾ zero divisors ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we cannot find two non-zero elements whose product is zero. Since R has no zero divisors, A not equal to 0 and B not equal to 0 implies AB not equal to 0, or we cannot find two non-zero elements of R whose product is 0. Or in other words, if product of two elements of R is 0, if AB equal to 0, then either A equal to 0 or B equal to 0. ഇതാണ് zero divisors ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. R has no zero divisors, then A not equal to 0 and B not equal to 0 implies AB not equal to 0. രണ്ട് നോൺ സീറോ എലമെന്റുള്ള പ്രൊഡക്റ്റ് ഒരിക്കലും സീറോ ആവുകയില്ല. A not equal to 0 and B not equal to 0 implies AB not equal to 0. ഇതിനെ വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ if product of any two numbers, any two elements is 0, then either A equal to 0 or B equal to 0. അതായത് if AB equal to 0, then either A equal to 0 or B equal to 0. ഇതാണ് R has no zero divisors എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ since R has no zero divisors, AB equal to 0 implies either A equal to 0 or B equal to 0. ഇത് ഓർത്ത് വെച്ചിട്ട് വേണം പ്രൂഫിലേക്ക് വരാൻ. Now I am choosing A, B, C element of R such that A not equal to 0. A, B, C element of R such that A not equal to 0 and AB equal to AC. റിംഗില് 3 എലമെന്റുകൾ ചൂസ് ചെയ്യാണ് A, B, C. അതിൽ A not equal to 0 ആയിട്ട് ചൂസ് ചെയ്യുന്നു. B യും C യും I am choosing so that A, B equal to AC. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെന്ന് വിചാരിക്കാം. അപ്പോൾ A, B, C element of R and A, B equal to AC with A not equal to 0. Now A, B equal to AC implies ഈ എ സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. എ ബി മൈനസ് എ സി ഈക്വൽ ടു 0. എ ബി ഈക്വൽ ടു എ സി ഇംപ്ലൈസ് എ ബി മൈനസ് എ സി ഈക്വൽ ടു 0. അതായത് എ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഉപയോഗിക്കുകയാണ്. എ ഇൻറ്റു ബി മൈനസ് സി ഈക്വൽ ടു 0. എ ഇൻറ്റു ബി മൈനസ് സി ഈക്വൽ ടു 0. എ ബി ഈക്വൽ ടു എ സി ഇംപ്ലൈസ് എ ഇൻറ്റു ബി മൈനസ് സി ഈക്വൽ ടു 0. എ ഇൻറ്റു ബി മൈനസ് സി ഈക്വൽ ടു 0 എന്ന് ഉദ്ദേശിച്ചത് അതുകൊണ്ട് നമുക്ക് ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. എ ഇൻറ്റു ബി മൈനസ് സി ഈക്വൽ ടു 0 and A not equal to 0. അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. A not equal to 0 and A into B minus C equal to 0. Since R has no zero divisors, AB equal to 0, then either A equal to 0 or B equal to 0 എന്നാണ് പറയുന്നത്. പക്ഷേ A not equal to 0 ആണ്. That means B should be 0. അതായത് B minus C equal to 0. A into B minus C equal to 0. And here by choice and A not equal to 0. And by our choice A not equal to 0, this implies B minus C equal to 0 കാരണം R ലെ 0 divisors ഇല്ല. A into B minus C equal to 0 implies and A not equal to 0 implies B minus C equal to 0, അതായത് B equal to C. So AB equal to AC implies B equal to C, അതായത് cancellation law holds in the ring R. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അതായത് we assumed that R has no zero divisors and we proved that
cancellation law holds in R. ഇനി തിരിച്ചുള്ള നമ്മൾ ചെയ്യാണ്. Conversely, let cancellation law hold in R. അതായത് ആറിലെ cancellation law true ആണ് എന്ന് വിചാരിക്കുന്നു. അതായത് then AB equal to AC implies B equal to C. Now, നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? We have to prove that R has no zero divisors. R has no zero divisors എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്താൽ മതി. AB equal to 0 implies AB equal to 0 implies either A equal to 0 or B equal to 0 എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ suppose conversely let cancellation law is holds in R, then AB equal to AC implies B equal to C. AB equal to AC implies B equal to C. Suppose AB equal to 0 and A not equal to 0. Suppose AB equal to 0 and A not equal to 0. അപ്പോൾ AB equal to 0 implies AB equal to A into 0. ഈ 0 ക്ക് പകരം ഞാൻ A into 0 എന്ന് കൊടുക്കുകയാണ്. AB equal to 0 equal to A into 0. നമ്മൾ കഴിഞ്ഞ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുള്ളതാണ്. A into 0 equal to 0 into A equal to 0 എന്നുള്ളത്. അപ്പോൾ 0 ക്ക് പകരം ഞാൻ A into 0 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ AB equal to 0 implies AB equal to A into 0. Here you can apply the cancellation law. കാരണം R-ല് cancellation law ഉണ്ട്. അതായത് AB equal to AC implies B equal to C. അപ്പോൾ AB equal to A into 0 implies B equal to 0. അതായത് that means if A not equal to 0 and AB equal to 0, A not equal to 0 and AB equal to 0, we get B equal to 0. AB equal to 0 and not equal to 0 implies B equal to 0. So the cancellation law hold. So this means R has no zero divisors. AB equal to 0 and A not equal to 0 automatically implies B equal to 0. അതായത് there exists no A comma B not equal to 0. There exists no non-zero elements A and B in R such that AB equal to 0. അതുകൊണ്ടാണ് AB equal to 0 and A not equal to 0 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് B equal to 0 എന്ന് കിട്ടിയത്. അതിന്റെ മറ്റൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ there exists no non-zero elements A and B in R such that the product AB equal to 0. അതായത് ഇവിടെ വരും. അതായത് R has no zero divisors. ഇത് ഞാൻ പ്രൂഫ് വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ പ്രൂഫ് ഒന്ന് എഴുതി നോക്കിയിട്ടും വീണ്ടും വായിച്ചു നോക്കിയിട്ടും ഒന്ന് പഠിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഗിവ് എ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ എ റിംഗ് ടു ഹാവ് നോ സീറോ ഡിവൈസേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. എ റിംഗ് ഹാസ് no zero divisors if and only if the cancellation law holds in R. അല്ലെങ്കിൽ in a ring the cancellation law holds true if and only if ring has no zero divisors. cancellation law hold ചെയ്യണമെന്നുണ്ടെങ്കിൽ zero divisors ഉണ്ടാവാൻ പാടില്ല. zero divisors ഇല്ല എന്ന് കഴിഞ്ഞാൽ എന്നാണെങ്കിൽ the cancellation law will be true. അധികം നീട്ടി കൊണ്ടുപോയിട്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ വീഡിയോ വീണ്ടും കണ്ടിട്ടും ബുക്സ് ഒന്ന് വായിച്ചു നോക്കിയിട്ടും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഈ ഇതിൽ നമ്മൾ ഈ ക്ലാസ്സിലെ രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിംഗും സീറോ ഡിവൈസേഴ്സും. ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ ആൻഡ് സച്ച് ദാറ്റ് n into a equal to 0. അങ്ങനെ ഒരു ഇന്റിജർ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ the ring is said to be of said to have characteristic 0. Z5 അല്ലെങ്കിൽ Zn എന്ന് പറയുന്ന ഫൈനൈറ്റ് ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് n ആണ്. CR is set of full complex numbers, set of full real numbers, set of full integers ഒക്കെ characteristic 0 ആണ്. കാരണം we cannot find an n such that n into a equal to 0 for all a. അപ്പോൾ രണ്ട് എക്സാമ്പിളുകളാണ്. പിന്നെ അതിനുശേഷം ഈ ഒരു തിയറം പറഞ്ഞു. അതിനുശേഷം this is important, zero divisors എന്താ എന്നുള്ളത് പറഞ്ഞു. zero divisors എന്ന് പറഞ്ഞാൽ if in a ring the product of two non-zero elements becomes 0, then that elements are called zero divisors. അപ്പോൾ ആ zero divisorsന്റെ വേറെ രണ്ട് ഡെഫിനിഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. If a not equal to 0 and b not equal to 0 implies ab not equal to 0, then a and b are zero divisors. ഇനി ഒരു റിംഗിൽ zero divisors ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ab equal to 0. So this in this theorem we have discussed a necessary and sufficient condition for the elements or for a ring to contain zero divisors. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. രണ്ട് പ്രാവശ്യം കണ്ടു നോക്കുക. Then you read some literature and be thorough with this theorem.
So we'll stop for here. We'll now നമ്മൾ അടുത്ത ക്ലാസ്സിൽ we'll be starting I think ഫീൽഡ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകാൻ മുന്നേ ഒരു ചെറിയൊരു തിയറം ഉണ്ട്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം.